നമസ്കാരം, വോൾട്ട ഇലക്ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ആ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയാണ്. ഈ കാണുന്നതാണ് MC4 വിത്ത് ഫ്യൂസ് എന്ന് പറഞ്ഞ യൂണിറ്റാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1, 2 അല്ലെങ്കിൽ 3, 4 പാനലുകൾ നമുക്ക് പാരലൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണ്. അപ്പം നോർമലി നമുക്കൊക്കെ പാരൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ പാനലിൽ നിന്ന് ഇൻഡിവിജ്വൽ ആയിട്ടൊരു 4 സ്ക്വയർ എമ്മിൻ്റെ കേബിളിൽ ഇറക്കി ഇപ്പോൾ 3 പാനലുണ്ടെങ്കിൽ 3 മൊത്തം 6 വയർ ഇറക്കിയതിന് ശേഷം അതിനുശേഷം ദേ കാണുന്ന പോലത്തെ DB ഉണ്ടോ, ദേ കാണുന്ന DB ഉണ്ടോ, ആ DB പോലെയുള്ള DBയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ഫ്യൂസ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോർമലി നമ്മൾ പാരലൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു പുതിയ പ്രോഡക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് MC4 വിത്ത് ഫ്യൂസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 4 സ്ക്വയർ എമ്മിൻ്റെ കേബിൾ ഇത്രയും വേണ്ടി വരും. നമുക്കിപ്പോൾ എന്തിനാണ് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന Y ബ്രാഞ്ച് അല്ലെങ്കിൽ T ബ്രാഞ്ച് കണക്ടർ അല്ലെങ്കിൽ 4 വേ ബ്രാഞ്ച് കണക്ടേഴ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 പാനൽ പാരലൽ ചെയ്യാണ്ട് ഒരു Y ബ്രാഞ്ച് കണക്ടേഴ്സാണ് വരുന്നത്. നോർമലി നമ്മുടെ MC4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതായിരിക്കും മെയിലും ഈ കാണുന്നതായിരിക്കും ഫീമെയിലും. പക്ഷേ നമ്മുടെ MC4 വിത്ത് ഫ്യൂസ് യൂണിറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഒരു സൈഡിൽ തന്നെ മെയിലും അപ്പർ സൈഡ് ഫീമെയിൽ ആയിരിക്കും. കാരണം നമ്മൾ മെയിലിൽ നിന്ന് ത്രെഡ് ഫീമെയിലിൽ ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട് വരേണ്ടത് മെയിലായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഊരണേ, ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ആദ്യം MC4 സ്പാനർ സെറ്റ് എടുക്കുക, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഇന്ന് ഹോൾഡ് ചെയ്യുക, ഇവിടെ ഒന്ന് തിരിക്കുക, ഇപ്പുറ സൈഡ് ഊരുക. എന്നിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡായിരിക്കും ഊരേണ്ടത്, അത് ലൂസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ അത് ഫ്യൂസ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്യൂസ് വരുന്നത്. ഈ ഫ്യൂസ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്യൂസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ആംബിയറിൻ്റെ പാനലാണെന്ന് നോക്കുക. അതായത് നമുക്കിപ്പോൾ 500 വാട്ട് ഉണ്ട് അല്ലെങ്കിൽ 600 വാട്ട് ഉണ്ടെന്ന് വരിക. ഇപ്പോൾ 500 വാട്ടിൻ്റെ പാനലാണ് ഏകദേശം ഒരു 12 ആംബിയർ ആയിരിക്കും. 12 + 25% നമ്മൾ കൂട്ടിയിട്ടിട്ടാണ് അതിൻ്റെ ഫ്യൂസ് റേറ്റിംഗ് തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തതാണ് 15 ആംബിയറിൻ്റെ ഫ്യൂസാണ്. അങ്ങനെ നോക്കുമ്പോൾ 12 ആംബിയറിൻ്റെ 25% എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ 15 ആംബിയറാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുക, എന്നിട്ട് ഈ ത്രെഡ് 2 ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യാൻ നമ്മൾ MC4 സ്പാനർ സെറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. കാരണം കൈ കൊണ്ട് എത്ര ടൈറ്റ് ചെയ്താലും ടൈറ്റ് ആവില്ല. ജസ്റ്റ് അപ്പുറം ഇപ്പുറം സൈഡും ടൈറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 170 വാട്ടിൻ്റെ പാനലാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ കാണുന്ന ഒരു 170 വാട്ടിൻ്റെ പാനലാണ്, ലൂമിനൻസിൻ്റെ ഒരു 170 വാട്ടിൻ്റെ പാനലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു പാനലുണ്ടെങ്കിൽ ഒരു പാനലിൻ്റെ പോസിറ്റീവ്, അതായത് ഒരു പാനലിൻ്റെ പോസിറ്റീവ് ഞാൻ ഈ കാണുന്ന ഇതിൻ്റെ നെഗറ്റീവിലേക്ക് ഇതിൻ്റെ മെയിൽ ത്രെഡ് കണക്ട് ചെയ്ത് ഇവിടെ ഒരെണ്ണമായി, അടുത്ത ആ പാനലിൻ്റെ തന്നെ അടുത്തതിനും പോസിറ്റീവിലും നെഗറ്റീവിലും ഇട്ട് തുടങ്ങും. കാരണം എന്തിനാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം ആയിരിക്കണം നമ്മൾ Y ബ്രാഞ്ച് കണക്ടേഴ്സ് കണക്ട് ചെയ്യേണ്ടത്. Y ബ്രാഞ്ച് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, Y ബ്രാഞ്ച് ഇൻസേർട്ട് ചെയ്തു. അടുത്ത പാനൽ വരുമ്പോൾ ഇതേപോലെ തന്നെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 or 3 പാനലുകൾ ഇത് ചെയ്തു. അതായത് 2 or 3 പാനലുകൾ നമ്മൾ പാരലലി കണക്ട് ചെയ്തു. അപ്പോൾ പാരലലി കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനലിന് ഒരു ഷെയ്ഡ് വന്നു, ഒരു പാനലിൽ ഷെയ്ഡ് വന്നു. ഇതിൻ്റെ ബാക്കിൽ ബൈപ്പാസ് ഡയോഡാണ്. ഈ കാണുന്ന ബൈപ്പാസ് ഡയോഡ് അടിച്ചു പോവോ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൻ്റെ അകത്ത് ബൈപ്പാസ് ഡയോഡ് ഉണ്ട്, ഇത് അടിച്ചു പോവോ, അല്ലെങ്കിൽ സെല്ലിന് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് മൊത്തത്തിൽ വലിയൊരു ആക്സിഡൻ്റ് ആയിട്ട് തീ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്തിനാണ് നമ്മൾ മെയിനായിട്ട് ഫ്യൂസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അത് ആ ഒരു സ്ഥലം അതായത് ഓപ്പണായി പോകാനാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാനലിന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അവിടെ നിന്നുള്ള പ്രൊഡക്ഷൻ നിൽക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവിലും നെഗറ്റീവിലും ഇട്ട് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ ഓപ്പൺ ആവുകയും ഈ പാനൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതിന് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പല കമ്പനികളും നമുക്ക് വാറണ്ടി തരില്ല. ഇതുപോലുള്ള ഫ്യൂസ് ഇട്ടിട്ടല്ല നമ്മൾ കണക്ട് ചെയ്തെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ Y ബ്രാഞ്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ കാണുന്ന MC4 വിത്ത് ഫ്യൂസ് യൂണിറ്റ് ഇട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടും നമുക്ക് കംപ്ലൈൻ്റ് ഒക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്ര ഇത് കണ്ടോ. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ട് ഇപ്പോൾ 2 പാനലുണ്ടെങ്കിൽ 6 സ്ക്വയർ എമ്മിൻ്റെ അല്ല, 3 പാനലുണ്ടെങ്കിൽ നമ്മൾ 10 സ്ക്വയർ എമ്മിൻ്റെ കേബിൾ ഉപയോഗിക്കും. ഇന്ന് പറഞ്ഞു തന്നാൽ ഈ കാണുന്ന MC4 വിത്ത് ഫ്യൂസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ്. എവിടെ ഉപയോഗിക്കണം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ നിങ്ങൾ നാളെ വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് Y ബ്രാഞ്ച് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പാനലിൽ നിന്ന് വരുന്നത് ഇപ്പോൾ 170 വാട്ടോ 500 വാട്ടോ എത്രയെങ്കിലും ആയിക്കോട്ടെ, ഈ കാണുന്ന എത്ര വാട്ടിൻ്റെ പാനൽ കണക്ട് ചെയ്യുകയാണെങ്കിലും Y ബ്രാഞ്ച് വെച്ച് ഡയറക്റ്റ് പാരലൽ ചെയ്യാണ്ടിരിപ്പിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് വാറണ്ടി കട്ടാവുന്നതായിരിക്കും പാനലിൽ. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൻ്റെ ബൈപ്പാസ് ഡയോഡ് അല്ലെങ്കിൽ ബാക്കിലെ ജംഗ്ഷൻ ബോക്സ് പൊളിഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ വാറണ്ടി നിങ്ങൾക്ക് കിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ടീം ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിൽ നല്ല വീഡിയോ കണ്ടുപിടി. ഗുഡ് ബൈ.